छोड़ा नहीं जाएगा, बाहर नहीं निकाला जाएगा। ये सुप्रीम कोर्ट का आदेश है और स्टे है हाईकोर्ट का। संतुष्ट है इससे फैसले से? अभी तक के लिए जो इंटरिम प्रोटेक्शन मिला, राहत मिला है, उसके लिए हम लोग संतुष्ट हैं। आगे भी सुप्रीम कोर्ट से पूरी न्याय की उम्मीद है। न्यायपालिका पे भरोसा है पीड़ित परिवार को और पूरे पीड़िता को। मैं एडवोकेट हेमंत कुमार मौर्य। और एक एडिशनल मैं कह रहा हूँ कि उस परिवार को अभी भी थ्रेट मिल रहे हैं। उसके जो चाचा हैं 9 साल से जेल से बाहर नहीं निकल पाए हैं, फर्जी केसेस में उनको फंसा के रखा गया है, उसके प्रॉपर्टी को हड़पने की कोशिश की जा रही है। दूसरी बात, आज सुबह में मेरी फ़ोन आई उसके रिलेटिव का, जिसका मैं नाम डिस्क्लोज नहीं करना चाहूँगा। उसका माइनर बच्चा है, उसके स्कूल का जो एडमिशन है उसमें जो 9th क्लास जो बोर्ड में रजिस्ट्रेशन होता है, वहाँ पर उन्होंने स्कूल वाले रजिस्ट्रेशन नहीं करने दे रहे हैं। अलग अलग उनके जो अपराधी है उसके एसोसिएट्स द्वारा इस परिवार को अलग अलग एंगल से परेशान करने की अभी भी कोशिश की जा रही है और बाहर निकलना खतरा। कौन कह रहा है? ये अपराधी के एसोसिएट्स हैं, जिनका नाम मतलब तो नहीं, लेकिन वो अलग अलग तरीके से। नहीं, सुप्रीम कोर्ट में लिस्टिंग हुई थी, सीबीआई ने फाइल किया था, उसके जो हाई कोर्ट में रिलीफ लेता है। बिल्कुल बिल्कुल, ये चीज़ तो मेंशन नहीं कि ये सेपरेट चीज़ है। उसके लिए हम जो लीगल प्रोसीजर है वो हम आगे देखेंगे। ठीक है, थैंक यू। അഭിഭാഷകൻ അതിജീവിതയുടെ അഭിഭാഷകനായ ഹേമന്ത് കുമാർ മൗര്യയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നിലവിൽ കോടതിയുടെ ഈ തീരുമാനത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസമുണ്ട്. കൂടുതൽ നീതിക്കായുള്ള പോരാട്ടം തുടരും. ഇപ്പോഴും ഈ അതിജീവിതയുടെ കുടുംബത്തിലെ പലർക്കും ഇത്തരത്തിൽ ഈ കുറ്റവാളിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ ഗ്യാങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണികളുണ്ട്, പല വിധത്തിലുള്ള ഭീഷണികൾ വരുന്നു എന്നുകൂടിയാണ് ഹേമന്ത് കുമാർ മൗര്യ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. ഉന്നാവോ ബലാത്സംഗ കേസിലാണ് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഹൈക്കോടതി വിധി റദ്ദു ചെയ്യുകയാണ്. അതായത് കുൽദീപ് സിംഗ് സെങ്കാറിനെ ശിക്ഷ ഇളവ് ചെയ്ത് റദ്ദാക്കിയതും ഒപ്പം തന്നെ ജാമ്യം നൽകണമെന്ന ആ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയാണ്. ജാമ്യം നൽകരുത് എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയാണ്. മറ്റൊരു കേസിൽ ഇയാൾ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകന്റെ പ്രതികരണം കൂടി വരുന്നത്. സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിലേറെ ആശ്വാസം എന്നതാണ്. ഒപ്പം ഈ കുട്ടിയുടെ കുടുംബത്തിലെ പലർക്കും വലിയ തോതിൽ ഭീഷണികൾ പലയിടങ്ങളിൽ നിന്നായി വരുന്നു എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട് അഭിഭാഷകൻ. അല്പ നിമിഷങ്ങൾക്ക് മുൻപാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുകയും സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കുൽദീപ് സിംഗ് സെങ്കാർ എന്ന മുൻ BJP MP തിരിച്ചടിയാകുന്ന അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വലിയ അളവിൽ ആശ്വാസമാകുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്.